അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റി നോക്കാം. ടേം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു എ ഡിസാസ്റ്റർ. അപ്പം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റീസും, ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാകുന്ന എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ദ സിറ്റുവേഷൻസ് ദാറ്റ് ഒക്കർ പ്രയർ ടു ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദി ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഡിസാസ്റ്ററിന് കഴിഞ്ഞിട്ടാണ് എപ്പോഴും നമ്മളത് ചെയ്യുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുന്നേ പ്രിക്കോഷൻസ് ആയിട്ട് നടത്തുന്നതാവാം, അല്ലെങ്കിൽ ഡിസാസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ളതാവാം, അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഡിസാസ്റ്ററും ആയിരിക്കാം, അല്ലെ? ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സും എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നൗവഡേയ്സ് മച്ച് മോർ ആക്ടിവിറ്റീസ് ആർ ഇൻവോൾവ് ഇൻ പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ദാൻ ഇൻ പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റീസ്. അപ്പം ഇപ്പോൾ എന്താണ്? അതായത് ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസിനേക്കാളും ഒരുപാട് കൂടുതലായിട്ട് ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനായിരിക്കാം? ഈ ഡിസാസ്റ്ററിൽ നിന്ന് എന്താണ് ലൈഫ്സിനെ, അതായത് ഹ്യൂമൻസിനെ ആയാലും അതർ ഓർഗാനിസംസിനെ ആയാലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ആണെങ്കിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് മെഷേഴ്സൊക്കെ എടുക്കും, അല്ലേ? റെമഡീസ് എടുക്കും, അല്ലെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുന്നു, അല്ലെങ്കിൽ ഒരു സുനാമി, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ കൊടുങ്കാറ്റ് വരുന്നു, അങ്ങനെ അല്ലെങ്കിൽ മഴ വരുന്നു, അങ്ങനെയൊക്കെയുള്ള എന്താണ് പ്രഡിക്ഷൻസ് വരുമ്പം തന്നെ മുൻകൂറായിട്ട് തന്നെ ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുക, അങ്ങനെയുള്ള എന്താണ് പ്രോസസ്സൊക്കെ നടത്തുമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റീസിനേക്കാളും കൂടുതലായിട്ട് പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ്സ് ആൻഡ് ടേംസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വരുന്ന കുറച്ച് കൺസെപ്റ്റ്സും അതുപോലെ ടേംസും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ഹസാർഡ്. ഓക്കെ, വാട്ട് ഈസ് ഹസാർഡ്? Hazard may be defined as a dangerous condition or event that poses a threat or have the potential for causing injury to life, health, property or environment. അപ്പോൾ ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഡേഞ്ചറസ് കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു ഈവൻ്റാണ്. അതെന്താണ് ചെയ്യുന്നത്? അതായത് ലൈഫിനോ ഹെൽത്തിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെൻറ്റിനോ എന്താണ് ഒരു പൊട്ടൻഷ്യലായിട്ടുള്ളൊരു പൊട്ടൻഷ്യലായിട്ടൊരു ത്രെറ്റ് ഉണ്ടാക്കുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹസാർഡിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഹസാർഡ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഡേഞ്ചറസ് കണ്ടീഷൻ ഓർ ഈവൻറ്റ് ദാറ്റ് പോസസ് എ ത്രെറ്റ് ഓർ ഹാവ് ദ പൊട്ടൻഷ്യൽ ഫോർ കോസിങ് ഇഞ്ചുറി ടു എന്തിനൊക്കെയാണ്? ലൈഫ് ആവാം, ഹെൽത്ത് ആവാം, പ്രോപ്പർട്ടി ഓർ എൻവയോൺമെൻറ്റ് ഈസ് കാൾഡ് ഹസാർഡ്. Okay, next term is risk. What is risk? Risk is a measure of the expected losses due to a hazard event occurring in a given area over a specific time period. അതായത് ഒരു ഹസാർഡ് ഇവൻറ്റ് നടന്നതിന് ഭാഗമായിട്ട് ഉണ്ടാകുന്ന എന്തൊക്കെയാണ്? അതായത് ഒരു റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ മെഷർ ഓഫ് ദി എക്സ്പെക്റ്റഡ് ലോസസ് ഡ്യൂ ടു എ ഹസാർഡ് ഈവൻറ്റ് ഒക്കറിങ് ഇൻ എ ഗിവൺ ഏരിയ ഓവർ എ സ്പെസിഫിക് ടൈം ഓഫ് പീരീഡ്. അതായത് ഒരു ഹസാർഡ് ഈവൻറ്റ് ഉണ്ടായതിന് ശേഷം എന്താണ്, എന്തൊക്കെയാണ് അതിലുള്ള എക്സ്പെക്റ്റഡ് ലോസസ് എന്നതിൻ്റെ ഒരു മെഷറാണെന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മോർ ക്ലിയർ ആവുമെന്ന് വെച്ചാൽ റിസ്ക് ഈസ് എ ഫങ്ഷൻ ഓഫ് ദി പ്രോബബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഹസാർഡസ് ഈവൻറ്റ് ആൻഡ് ദ ലോസസ് ഇറ്റ് വുഡ് കോസസ്. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? അതായത് ഒരു ഹസാർഡസ് ഈവൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ്, ഒരു ഹസാർഡസ് ഈവൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന നഷ്ടം എന്നതാണ് റിസ്ക് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം,
റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ദി പ്രോബബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഹസാഡസ് ഈവൻറ്റ് ആൻഡ് ദ ലോസസ് ഇറ്റ് വുഡ് കോസ്. അതായത് ഒരു ഹസാഡസ് ഈവൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ എന്താണ് ആ ഹസാഡസ് ഈവൻറ്റ് ഉണ്ടാക്കുന്ന ലോസ്, ഇത് രണ്ടുമാണ് റിസ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പം റിസ്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? റിസ്ക് എന്ന് പറയുന്നതിന് ആർ എന്ന ലെറ്ററൽ വെറ്റാണ് നമ്മൾ ലേബിൾ ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു വി എന്ന് പറയും. എച്ച് ഈസ് കാൾഡ് ഹസാർഡ് ആൻഡ് വി ഈസ് കാൾഡ് ദ വൾനറബിലിറ്റി. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു വി. ഓക്കെ, സോ നെക്സ്റ്റ് ടേം ഈസ് വൾനറബിലിറ്റി. അപ്പോൾ നമ്മൾ റിസ്കിൻ്റെ കേസിൽ പറഞ്ഞു, റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ഹസാർഡ് അല്ലേ. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ഹസാർഡ് ഇൻറ്റു vulnerability. Risk is a product of hazard and vulnerability. അപ്പോൾ എന്താണ് vulnerability എന്ന് നോക്കാം. So vulnerability may be defined as the extent to which a community structure, services or geographic area is likely to be damaged. ഓക്കെ, അപ്പം ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള സർവീസസ് അല്ലെങ്കിൽ അവിടെയുള്ള ജോഗ്രഫിക് ഏരിയ എന്തുമാത്രമാണ് ഒരു ഹസാഡിന്, ഓക്കെ, ഒരു ഹസാഡ് കാരണം അത് എത്രമാത്രമാണ് ഡിസ്ട്രപ്റ്റഡ് ആവാനുള്ളൊരു ചാൻസ് എന്ന് തന്നെയാണ് നമ്മൾ വൾനറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വൾനറബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ കമ്മ്യൂണിറ്റി സ്ട്രക്ചർ, സർവീസസ് ഓർ ജിയോഗ്രഫിക് ഏരിയ ഈസ് ലൈക്ലി ടു ബി ഡാമേജ്ഡ്, അതായത് ഡാമേജ് ആവാനുള്ള സാധ്യത, ഓർ ഡിസ്ട്രപ്റ്റഡ് ബൈ ദ ഇമ്പാക്റ്റ് ഓഫ് എ പർട്ടിക്കുലർ ഹസാർഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദിയർ നേച്ചർ ഈസ് കാൾഡ് വൾനറബിലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് എമോങ് ദ പോപ്പുലേഷൻ ഗ്ലോബലി ദ മോസ്റ്റ് വൾനറബിൾ ടു ഡിസാസ്റ്റേഴ്സ് ആർ വുമൺ, ചിൽഡ്രൻ ആൻഡ് ദ ഏജ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ ഏതൊരു ഡിസാസ്റ്റർ വന്നാലും ആ ഡിസാസ്റ്റർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? വുമൺ, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ചിൽഡ്രൻ. ഇവർ മൂന്നുപേരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ എന്താണ് മോസ്റ്റ് വൾനറബിൾ എന്ന് പറയാം അല്ലേ. വുമൺ, ചിൽഡ്രൻ ആൻഡ് ഏജ്ഡ് ഗ്രൂപ്പ്സ് ആർ മോർ വൾനറബിൾ ടു ഡിസാസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വൾനറബിലിറ്റിയെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഫിസിക്കൽ വൾനറബിലിറ്റി എന്നും അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് വൾനറബിലിറ്റി എന്നും. വൾനറബിലിറ്റിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ വൾനറബിലിറ്റി ആൻഡ് സോഷ്യോ എക്കണോമിക് വൾനറബിലിറ്റി. അപ്പം എന്താണ് ഫിസിക്കൽ വൾനറബിലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് പീപ്പിൾ ആൻഡ് എലമെൻറ്റ്സ് അറ്റ് റിസ്ക് സച്ച് ആസ് ബിൽഡിങ്സ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എക്സെട്ര. അപ്പോൾ അതായത് മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയോ ഫിസിക്കൽ കണ്ടീഷൻ, അതായത് ഫിസിക്കൽ കണ്ടീഷൻ എത്രമാത്രം ഒരു ഡിസാസ്റ്ററിന് അത് വൾനറബിൾ ആവുമെന്നുള്ള അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ, വെദർ ഇറ്റ് ഈസ് പീപ്പിൾ ഓർ അതർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് എടുക്കുന്നു അല്ലേ. ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ എന്താണ്? അപ്പോൾ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സുനാമിയൊക്കെ വന്നപ്പോഴൊക്കെ ആണെങ്കിലും എന്താണ്, സുനാമി വന്നപ്പോൾ കുറേ ബിൽഡിങ്ങുകളൊക്കെ തൽക്ഷണം നശിച്ചു പോയല്ലേ. അപ്പോൾ ആ ബിൽഡിങ്സ് അല്ലെങ്കിൽ അതിനുണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം എന്താണ്, ദർ മോർ വൾനറബിൾ ടു സുനാമി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫിസിക്കൽ വൾനറബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് പീപ്പിൾ ആൻഡ് എലമെൻറ്റ്സ് അറ്റ് റിസ്ക് സച്ച് ആസ് ബിൽഡിങ്സ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എക്സെട്ര. ഓക്കെ, ഇനി സോഷ്യോ എക്കണോമിക് വൾനറബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ ഡിഗ്രി ടു വിച്ച് എ പോപ്പുലേഷൻ ഈസ് അഫക്റ്റഡ് ബൈ എ ഹസാർഡ് വിൽ നോട്ട് മിയർലി ലൈ ഇൻ ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് വൾനറബിലിറ്റി. അപ്പോൾ എന്താണ്, ഒരു
ഹസാഡ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഒരു പോപ്പുലേഷനെ ബാധിക്കുന്നത് ഫിസിക്കൽ കമ്പോണൻസും കൊണ്ട് മാത്രമായിരിക്കത്തില്ല, അല്ലേ? ഒരു പോപ്പുലേഷൻ്റെ ഫിസിക്കൽ കമ്പോണൻസിനെ മാത്രമായിരിക്കത്തില്ല ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഹസാഡ് ബാധിക്കുന്നത്. ബട്ട് എന്തും കൂടെയാണ് അവിടുത്തെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസാസ്റ്റർ ബാധിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീപ്പിൾ ഹൂ ആർ പുവർ ആൻഡ് ലിവിങ് ഇൻ ദ സീ കോസ്റ്റ് ഡോണ്ട് ഹാവ് ദ മണി ടു കൺസ്ട്രക്ട് സ്ട്രോങ് കോൺക്രീറ്റ് ഹൗസസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യോ എക്കണോമിക് വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഒരു സീ കോസ്റ്റിൽ ജീവിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് എക്കണോമിക്കായിട്ട് അവർ എക്കണോമിക്കായിട്ട് വളരെ വീക്കായിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കും, അല്ലേ? അപ്പോൾ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഹൗസസ് ഒന്നും ബിൽഡ് ചെയ്യാനുള്ള കഴിവ് കാണത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ദേ ആർ ജനറലി അറ്റ് എ റിസ്ക് ആൻഡ് ലൂസ് ദിയർ ഷെൽട്ടേഴ്സ് വെനെവർ ദർ ഈസ് എ സ്ട്രോങ് വിൻഡ് ഓർ സൈക്ലോൺ. അപ്പോൾ അങ്ങനെ സോഷ്യോ എക്കണോമിക് വൾണറബിൾ ആയിട്ടുള്ളവർക്ക് എന്ത് സംഭവിക്കും? ഒരു ചെറിയൊരു കാറ്റോ അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ഒരു സുനാമിയോ ഒക്കെ വന്നാൽ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഷെൽട്ടർ നഷ്ടപ്പെടും. അവരുടെ ഷെൽട്ടർ അറ്റ് ഹൈ റിസ്ക് ആയിരിക്കും, അല്ലേ? അപ്പം അങ്ങനെ സംഭവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പം ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ദേ ആർ നോട്ട് ഏബിൾ ടു റീബിൽഡ് ദെയർ ഹൗസസ് ഈവൻ. അപ്പം ഈ സോഷ്യോ എക്കണോമിക് വൾണറബിൾ ആയിട്ടുള്ള അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹൗസസ് ഒന്നും നിർമ്മിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഹൗസ് അല്ലെങ്കിൽ അവരുടെ ഷെൽട്ടേഴ്സൊക്കെ എന്ന് പറയുന്നത് അറ്റ് ഹൈ റിസ്ക് ആണ്, അല്ലേ? ഈ നാച്ചുറൽ കലാമിറ്റീസിനൊക്കെ ദർ അറ്റ് എ ഹൈ റിസ്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? അവരെല്ലാം ഈ ഷെൽട്ടേഴ്സ് എല്ലാം നശിച്ചു പോവുകയും പിന്നീട് അത് റീബിൽഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതാണ് സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ ഡിഗ്രി ടു വിച്ച് എ പോപ്പുലേഷൻ ഈസ് അഫക്റ്റഡ് ബൈ എ ഹസാർഡ് will not be merely lie in the physical component of vulnerability but also affected by the socio-economic conditions. Okay. ഇനി വൾണറബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വൾണറബിലിറ്റി. ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക് ഫാക്ടേഴ്സ്, അല്ലേ? എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? Economic factors certainly contribute to vulnerability. Economic pressure forces poor people to live and work in unsafe locations and conditions. ഇപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റിയിൽ വരുന്നൊരു കേസാണ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് എക്കണോമിക്കലി പുവറായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? അവർക്ക് അൺസേഫ് ലൊക്കേഷൻസിലൊക്കെ ജീവിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹൗസസോ ഷെൽട്ടേഴ്സോ ഒന്നും നിർമ്മിക്കാൻ പറ്റാതെ വരുന്നു. ഇതൊക്കെ അവർക്ക് അവർ വൾണറബിൾ ആവാൻ കാരണമാവുന്നുണ്ട്, അല്ലേ? ഈ നെക്സ്റ്റ് വൺ ഏതാണ്? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ unstable governments and political instabilities leading to frequent changes in policies can make a country or region more vulnerable to disasters. ഇപ്പോൾ തന്നെ നമ്മളിപ്പം കോസ്റ്റൽ ഏരിയാസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പം കടൽ തീരത്തൊക്കെ ആണെങ്കിൽ കടൽപ്പാലം പൊളിഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കടൽ ഭിത്തികൾ നിർമ്മിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഭീഷണി നേരിടുന്ന സ്ഥലത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇതൊന്നും ചെയ്യാതിരുന്നാൽ എന്ത് പറ്റും? അതും വൾണറബിലിറ്റിക്ക് ഒരു കാരണമാണ്, അല്ലേ? അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റിസ്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഒരു മെയിൻ കാരണമാണ്. അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നതാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓവർ കൺസപ്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് പുവർ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് lead to environmental degradation and increases vulnerability to
ഡിസാസ്റ്റേഴ്സ്. അപ്പം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാൻ കൂടുതൽ വൾണറബിൾ ആവാനുള്ള കാരണം എന്തൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലേ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പം ഡിഫോറസ്റ്റേഷൻ, അല്ലെങ്കിൽ എന്താണ് ഡിഫോറസ്റ്റേഷൻ വഴി എന്ത് സംഭവിക്കുന്നു? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു, സോയിൽ ഇറോഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സിന് ആ പ്രദേശം കൂടുതൽ വൾണറബിൾ ആവാൻ കാരണമാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സോഷ്യൽ കൗൺസിലിംഗ്. സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്യൂറിങ് എവറി ഡിസാസ്റ്റർ ദ ഫിസിക്കൽ ഡാമേജസ് സഫേർഡ് ബൈ എ കമ്മ്യൂണിറ്റി ഓർ എൻവയോൺമെൻറ്റ് ഈസ് ക്ലിയർലി വിസിബിൾ ആൻഡ് ദ കാഷ്വാലിറ്റീസ് ക്യാൻ ബി ഈസിലി അസസ്ഡ്. ഓക്കെ, അപ്പം സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പം ഏതൊരു ഡിസാസ്റ്ററിൻ്റെ സമയത്തായാലും എന്താണ്, ഒരു കമ്മ്യൂണിറ്റി എന്ത് നേരിടേണ്ടി വരുന്നുണ്ട്? ഫിസിക്കൽ ഡാമേജസ് നേരിടേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എന്താണ്, വേണ്ടത്ര കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ആളുകളെ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി ഡിസാസ്റ്ററിനെ പറ്റി ബോധവാന്മാരാക്കുക, അല്ലെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി അവരെ ബോധവൽക്കരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി ബേസ്ഡ് psychosocial counseling in which simple tools and techniques for counseling can be taught to community workers and other local level functionaries is very essential in reducing the risk of mental trauma. അപ്പോൾ എന്താണ്, ഈ ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞതിന് ശേഷം അവിടെ സർവൈവ് ചെയ്യുന്ന സർവൈവേഴ്സ് ഉണ്ടല്ലോ, അവർ മെൻ്റലി അല്ലെങ്കിൽ എന്താണ് ഫിസിക്കലി ഒക്കെ എന്താണ് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടത്ര സോഷ്യൽ കൗൺസിലിംഗ് കൊടുക്കുന്നതിന് എന്ത് ചെയ്യണം? അവിടുത്തുള്ള ലോക്കലായിട്ടുള്ള, അതായത് ലോക്കൽ ലെവൽ ഫങ്ഷണറീസ്, അതല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റി വർക്കേഴ്സിനൊക്കെ വേണ്ടത്ര ബോധവൽക്കരണം കൊടുക്കണം അല്ലേ. എന്നാൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? ഇങ്ങനെയുള്ള ആളുകളെ സ്ട്രെസ് റിലീഫാക്കാൻ വേണ്ടി അവരും ശ്രമിക്കത്തുള്ളൂ. ദ മോർ വൾണറബിൾ ഗ്രൂപ്പ്സ് of a society such as children, aged and diseased or disabled persons need special attention and careful counseling for a special recovery from the trauma. അപ്പം അങ്ങനെ ഒരു ഡിസാസ്റ്ററിൽ നിന്നും റിലീഫ് ആവാൻ വേണ്ടി നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ ഏജ് ഗ്രൂപ്പ്സ് ആരൊക്കെയാണ്? ഏജ്ഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ചിൽഡ്രൻ, അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ളവർ, ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും കൂടുതൽ ഈ ഡിസാസ്റ്റേഴ്സിന് വൾണറബിൾ ആയിട്ടുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം അറ്റൻഷൻ കൊടുത്തിട്ട് അവർക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ആ ഡിസാസ്റ്ററിൻ്റെ ട്രോമയിൽ നിന്നും പെട്ടെന്ന് റിലീഫ് ആവാനുള്ള സോഷ്യൽ കൗൺസിലിംഗ് കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് എന്ത് പറയുന്നത് സോഷ്യൽ കൗൺസിലിംഗിൽ വരുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ കൗൺസിലിംഗ് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് മിറ്റിഗേഷൻ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പം ഈ സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഫിസിക്കൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഈ ഡിസാസ്റ്ററിന് വൾണറബിലിറ്റി കൊടുക്കുന്നത്? ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ബിൽഡിങ്സ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ, ലാൻഡ് യൂസ് പാറ്റേൺസ്, പ്രോക്സിമിറ്റി ടു ദ സോഴ്സ് ഓഫ് ഡിസാസ്റ്റർ. അപ്പോൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഒരു ബിൽഡിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എർത്തുക്വേക്ക് പ്രോൺ ആയിട്ടുള്ള ഏരിയയിലൊക്കെ അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആർക്കിടെക്ചറിലൊക്കെ ഒരുപാട് വ്യത്യാസം ചെയ്തിട്ടാണ്, അതായത് ഒരുപാട് എർത്തുക്വേക്കിന് റെസിസ്റ്റൻ്റ് ആയിട്ട് വേണം ആ ബിൽഡിങ്ങൊക്കെ അതിൻ്റെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? ചെറിയൊരു എർത്തുക്വേക്ക് വന്നാൽ പോലും ആ ബിൽഡിങ് നശിച്ചു പോകാൻ കാരണമാവുന്നുണ്ട്.
അപ്പോൾ അതുപോലെ തന്നെയാണ് പറയുന്നത്. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ബിൽഡിങ്സ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഹൗസസ് മെയ്ഡ് ഓഫ് വുഡ് ആർ ലെസ് ലൈക്ലി ടു ഗെറ്റ് കൊളാപ്സ്ഡ് ഇൻ ആൻ earthquake, whereas they are vulnerable to fires. Okay. Similarly, an area near the coastal lines, fault plains, unstable hills, etc. are more vulnerable to disasters. അപ്പം എന്താണ് കോസ്റ്റൽ ലൈൻസിലുള്ളത് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഹിൽസിലുള്ള എന്താണ് ബിൽഡിങ്സ് എല്ലാം തന്നെ ഈ ഡിസാസ്റ്റേഴ്സിന് വളരെ വൾണറബിളാണ്. അതുപോലെ എന്താണ് ഈ തടികൾ വെച്ചുണ്ടാക്കുന്ന വീടുകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു വിൻഡ് വന്നാലോ അല്ലെങ്കിൽ ഒരു സൈക്ലോൺ വന്നാലോ എർത്തുക്വേക്ക് വന്നാലോ ഒക്കെ അത് വളരെ വൾണറബിളായിരിക്കും അല്ലേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. എർത്തുക്വേക്ക് പ്രോൺ ഏരിയാസിൽ അതിനനുസരിച്ചുള്ള ബിൽഡിങ്സ് ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പം അതാണ് ഫിസിക്കൽ ഫാക്ടേഴ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് വൺ ഈസ് ഏജ്. അപ്പോൾ ഏജ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ചിൽഡ്രൻ ആൻഡ് എൽഡർലി ആർ aged people are more vulnerable to disasters since they have less physical strength to withstand the adversities and more susceptible to some diseases. അപ്പം നമ്മൾ ഏജിൻ്റെ കാര്യത്തിൽ മെയിനായിട്ടും ചിൽഡ്രനെയും അതുപോലെ തന്നെ ഏജ്ഡ് എൽഡർലി പീപ്പിളിനെയാണ് നമ്മൾ മോർ വൾണറബിൾ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താണ്, അവർക്ക് ഫിസിക്കലായിട്ട് സ്ട്രെങ്ത് വളരെ കുറവാണല്ലേ. അപ്പോൾ അവർക്കൊരു ഒരു ഡിസീസോ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്ററോ ഒക്കെ വന്നാൽ അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് പറയുന്നത് വൾണറബിൾ ആണെന്ന് പറയാൻ കാരണം. ഇനി അടുത്തത് നമ്മൾ ഡിസബിലിറ്റീസിൽ വരുന്ന എന്താണ്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആർ മോർ പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്. അത് നമുക്കറിയാലോ. അതായത് ഇപ്പോൾ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നാൽ അല്ലെങ്കിൽ ഒരു എമർജൻസി വന്നാൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ആക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു എർത്തുക്വേക്ക് വരുന്ന അവർക്ക് ഓടാൻ പറ്റുമോ? ഒരു ഡിസബിലിറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഓടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടാനോ ഒന്നും അവർക്ക് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഓക്കെ, so next one is social standards and discrimination. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ, സോഷ്യൽ സ്റ്റാറ്റസ്, കൾച്ചർ, റിലീജിയൻ എക്സെട്ര. അതായത് ഡിസ്ക്രിമിനേഷൻ ആണല്ലോ അവിടെ പറയുന്നത്. അതായത് സോഷ്യൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷനെ പറ്റിയാണ് പറയുന്നത്. അതായത് എന്തൊക്കെ അനുസരിച്ചിട്ടാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, ജെൻഡർ അനുസരിച്ചത്, വെദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ. അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്, നല്ല റിച്ച് ആണോ അല്ലെങ്കിൽ പുവർ കമ്മ്യൂണിറ്റി ആണോ, അതുപോലെ കൾച്ചർ, അതുപോലെ തന്നെ റിലീജിയൻ, ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ഈ ഒരു ഡിസാസ്റ്റർ വൾണറബിലിറ്റിക്ക് കാരണമാകുന്നുണ്ട് അല്ലേ. അപ്പോൾ വീക്ക് ഓർ നോ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, അതായത് ഞാൻ പറഞ്ഞില്ല ഈ ഫാക്ടേഴ്സ് ജെൻഡർ, സോഷ്യൽ സ്റ്റാറ്റസ്, കൾച്ചർ, റിലീജിയൻ എക്സെട്ര ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി. ഓക്കെ, weak or no community organizations, lack of leadership for decision making and conflict resolution also contribute to sexual vulnerability to a disaster. അപ്പോൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഇല്ലാതെ വരിക, അതുപോലെ തന്നെ നല്ല ലീഡർഷിപ്സ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നല്ല ലീഡർഷിപ്സ് ഇല്ലാതെ വരിക, ഇതെല്ലാം തന്നെ ഈ ഒരു ഡിസാസ്റ്ററിൻ്റെ വൾണറബിലിറ്റി കൂട്ടാൻ കാരണമാവുന്ന ഫാക്ടറാണ്. ഇപ്പോൾ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പം എന്തിനൊക്കെയുള്ള ഡിസ്ക്രിമിനേഷനാണ് കാരണമാകുന്നത്, അതായത്
First one is gender discrimination, second one is social status, culture and religion. Okay. Next point is governance. Okay. Formal and informal governance in a population are important factors that affect vulnerability to disasters. അപ്പോൾ ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള ഗവർണൻസ് എന്താണ്? പോപ്പുലേഷനുള്ള, അതായത് പോപ്പുലേഷനിൽ കാണപ്പെടുന്ന ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള ഗവർണൻസ് എന്തിന് കാരണമാവുന്നുണ്ട്? ഒരു ഡിസാസ്റ്ററിന് വൾനറബിലിറ്റി ആവാൻ കാരണമാവുന്നുണ്ട്. They can establish agencies, implement rules and regulations and formulate guidelines for the proper management of disasters. Government can empower vulnerable community to help themselves to be prepared for and respond to disasters. അതായത് ഗവൺമെൻറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് വൾനറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ അവർക്ക് എംപവർ ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഒരു ഡിസാസ്റ്ററിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റും. അവരെ കൊണ്ട് പ്രിപ്പയർഡായിട്ട് ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസാസ്റ്റർ നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ അവരെ എംപവർ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വരുമ്പോഴാണെന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റി ഈ ഡിസാസ്റ്ററിന് മോർ വൾനറബിൾ ആവുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ കൾച്ചറൽ ബിലീഫ്സ് ആണ്. സം കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് ഫറ്റാലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്സ് പ്രിവലൻറ്റ് എമോങ് എ കമ്മ്യൂണിറ്റി ക്യാൻ ഇൻക്രീസ് ദെയർ വൾനറബിലിറ്റി ടു ഡിസാസ്റ്റേഴ്സ്. അതായത് ചില കമ്മ്യൂണിറ്റി ഇങ്ങനെ ബിലീഫ് ചെയ്യും അല്ലേ? അതായത് അവർക്ക് മിസ്ബിലീഫ്സ് ഉണ്ട്. അതായത് ഇപ്പം ദൈവത്തിൻ്റെ ഒരു ഇത് കാരണമാണ് ഇങ്ങനെ സുനാമി ഉണ്ടായത്, അതുകൊണ്ട് അവിടുന്ന് മാറി താമസിക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം ദൈവനിശ്ചയമാണ് എന്നൊക്കെ വിചാരിച്ച് വേണ്ടത്തിന് മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കാതെ അല്ലെങ്കിൽ പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒന്നും ചെയ്യാതിരുന്നാൽ എന്ത് പറ്റും? പ്രിക്കോഷൻസ് ഒന്നും ചെയ്യാതിരുന്നാൽ എന്ത് പറ്റും? അങ്ങനെ ഇരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള സോഷ്യൽ കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസുള്ള ആളുകൾ അവർ കൂടുതൽ വൾനറബിൾ ആവത്തേ ഉള്ളൂ അല്ലേ? ഡിസാസ്റ്ററിന് കൂടുതൽ വൾനറബിൾ ആവത്തേ ഉള്ളൂ. അപ്പോൾ അതാണ് കൾച്ചറൽ ബിലീഫിൽ വരുന്ന കാര്യം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ലൊക്കേഷൻസ്. ഫിസിക്കൽ ലൊക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ജിയോഗ്രഫിക് ലൊക്കേഷൻസ് ഓഫൺ ഡിറ്റർമിൻ വൾനറബിലിറ്റി ഓഫ് ദി പോപ്പുലേഷൻ. അത് നമുക്കറിയാം അല്ലേ? ജിയോഗ്രഫിക് ലൊക്കേഷൻസ് എന്ന് പറയുമ്പം ചില സ്ഥലങ്ങൾ എന്താണ്, സുനാമിക്ക് പ്രോണായിട്ടുള്ള ഏരിയ കാണും, എർത്തുക്വേക്കിന് പ്രോണായിട്ടുള്ള ഏരിയാസ് കാണും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് മാറി താമസിക്കുക. അപ്പോൾ അങ്ങനെ മാറി താമസിക്കാതിരിക്കുമ്പോൾ എന്താണ്, അവിടെ കൂടുതൽ ഈ ഡിസാസ്റ്റേഴ്സ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഐലൻഡ് കൺട്രീസ് ആർ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ബൈ ദ റിലേറ്റീവ് റിമോട്ട്നെസ്, ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര. അപ്പോൾ ഈ ഐലൻഡ് കമ്മ്യൂണിറ്റീസിലൊക്കെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നാൽ എന്ത് പറ്റത്തില്ല, അവിടെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അവിടെ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ ഒരുപാട് കുറവാണ്. അതുപോലെ എന്താണ്, വളരെ റിമോട്ട്നെസ് ആണ് അല്ലേ? ഒരു നല്ല ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും ഐലൻഡ്സിൽ കാണത്തില്ല. അപ്പോൾ അതും എന്താണ്, ഈ വൾനറബിലിറ്റി, ആ ഒരു ഡിസാസ്റ്റർ ആ ഒരു കമ്മ്യൂണിറ്റിയെ കൂടുതലായിട്ട് ബാധിക്കാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വൾനറബിലിറ്റിയിൽ കുറേ പോയിൻറ്റ്സ് പറഞ്ഞല്ലേ? അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക് ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സോഷ്യൽ കൗൺസിലിംഗ്, ഫിസിക്കൽ ഫാക്ടേഴ്സ്, ദെൻ ഏജ്, disabilities, social standards and discrimination, then governance, cultural beliefs, and the last one is physical locations. Okay. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വൾനറബിലിറ്റിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പാസിറ്റി, അതുകൂടെ എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് കപ്പാസിറ്റി? Capacity is referred to as the manner in which an individual, a group of individuals and organizations use the available resources to limit the impact of a disaster. അതായത് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അതെന്താണ്, ഒരു ഓർഗനൈസേഷനാണ് അല്ലേ? അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഒരു ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റിനെ ഇല്ലാതാക്കുന്ന ഒരു കഴിവ് അല്ലേ? അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? ആരാണ് ഈ കപ്പാസിറ്റി ഉള്ളവരെന്ന് പറയുന്നത്?
ഒന്നെങ്കിൽ ആ ഡിസാസ്റ്റർ നടന്ന ഒരു സ്ഥലത്തെ ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ചെയ്യുന്ന ചിലപ്പം ചില ഓർഗനൈസേഷൻസ് ആവാം. അവരെന്താ ചെയ്യുന്നത്, അവർക്ക് ഉള്ള റിസോഴ്സസ് വെച്ച്, അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് അവർ ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റിനെ അവർ കുറയ്ക്കാനായിട്ട് ചെയ്യും അല്ലേ. കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഈ സെക്ഷൻ നമുക്ക് ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് കുറേ പോയിൻറ്റ്സ് പറഞ്ഞ് അതിൽ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളിന്ന് കപ്പാസിറ്റി വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റെസിലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.